ഹായ് ഹലോ, കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യമായിട്ടൊരു മോർണിംഗ് റുട്ടീൻ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. രാവിലെ 9 മണി മുതൽ 12:30 വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് രാവിലെയാണ് കൂടുതലും ജോലികൾ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു. ഡിന്നർ ഇച്ചിരി ഹെവി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഫ്രീ ആയിരുന്നു, രാവിലെ കുറച്ച് സമയം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, കുറച്ച് നല്ല തുണിയൊക്കെ, അത് നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ കല്ലിട്ട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞിൻ്റെയൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി അലക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് അടുപ്പൊക്കെ കത്തിക്കുന്നത് കേട്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പണിയെല്ലാം കഴിഞ്ഞിട്ടാണ്, പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് വന്നത്. അതിനിടയ്ക്ക് ഇതാ കുടിവെള്ളവും വെച്ചു. കുടിവെള്ളത്തിൻ്റെ ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടില്ല, മറന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതില്ലാതെ ഇന്നിവിടെ മീനും വാങ്ങിയിട്ടുണ്ട്. കാര്യം കുഞ്ഞുള്ളതുകൊണ്ട് നമ്മളങ്ങനെ മീൻ ഇങ്ങനെ കൊണ്ടുവരുന്നവരുടെ ഒന്നും വാങ്ങിക്കൽ പതിവില്ല, വെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നൊരു സന്തോഷം നടന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ചേട്ടനോട് അതിനെക്കുറിച്ച് പറഞ്ഞേ, ഇന്നപോലെ കുഞ്ഞുള്ളതുകൊണ്ട് വാങ്ങിക്കത്തില്ല ചേട്ടാ, വെട്ടാൻ പറ്റത്തില്ല. കാര്യം അവൻ കുഞ്ഞുങ്ങൾ മീൻ വെട്ടുമ്പോഴൊക്കെ നമ്മുടെ കൂടെ വന്നിരിക്കും, മീൻ വെള്ളത്തിൽ കൈയിടും, അല്ലെ എടുത്ത് വെച്ചോടും, പിന്നെ അതിൻ്റെ പുറകെ പോകണം. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറയുമ്പോൾ അതിനെന്നാ ഞാൻ വെട്ടിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് മീൻ വെട്ടിത്തന്നു. നല്ല മൂർച്ചയുള്ള കത്തി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കത്തി കൊടുത്തു, പുള്ളി എനിക്ക് പെട്ടെന്ന് തന്നെ മീൻ വെട്ടിത്തന്നു കേട്ടോ. അതൊരു ഭാഗ്യമായി. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള മീനാണ് ഈ സിലോപ്പിയ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് മീൻ കറി വെക്കണം. പിന്നെ അതാ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു, നന്നായിട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ചായ വെച്ചതിൻ്റെ ഇപ്പം ആ ചിക്കൻ കറി മാറ്റിയതിൻ്റെയൊക്കെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിനും ബ്രെഡും പാലുമാണ് കൊടുത്തത്. കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, അവനത് ഇഷ്ടമാണ്, അതുകൊണ്ട് അതിലങ്ങ് അഡ്ജസ്റ്റായി പോയി ഇന്ന്. പിന്നെ അതായി പാത്രമൊക്കെ കഴുകി മാറ്റിയിട്ട് വേണം നമുക്ക് മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് എല്ലാം എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ പാകത്തിനൊക്കെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അല്ലെ ആ മീനും കൂടെ നമ്മൾ വെട്ടിയെടുക്കാനാണെങ്കിൽ എൻ്റെ 1 മണിക്കൂർ എന്തായാലും പോകും. പറ്റത്തില്ല, കാര്യം കുഞ്ഞും നമ്മുടെ പുറകെയൊക്കെ ഇറങ്ങി വരുമ്പോൾ പുറത്തിരുന്ന് വെട്ടാനും പറ്റത്തില്ല. അങ്ങനെ പാത്രമൊക്കെ കഴുകിയത് അത് ആ സ്ഥലത്തൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ എടുക്കുന്നുണ്ട് കേട്ടോ കഴുകാനായിട്ട്. മീനൊക്കെ എടുത്ത് അതൊക്കെ എടുത്തൊന്ന് വറുക്കാനും വെക്കാനും ഒക്കെ ഉള്ളതൊന്ന് മാറ്റി വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് നന്നായിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഈ അടുക്കളയിൽ നിന്ന് വെട്ടിയാലും കഴിയാലുള്ള കുഴപ്പമതല്ലേ. പിന്നെ ആറ്റുമീനും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഹാൻഡ് വാഷ് ഇട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞിട്ടൊന്ന് അവിടെ ഫുള്ള് കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല മീനുമായിരുന്നു കേട്ടോ. 200 രൂപയാണ് 1 കിലോ. വെട്ടിയതിൻ്റെ പൈസയൊന്നും പുള്ളി മേടിച്ചില്ല കേട്ടോ. നമ്മൾ പുറത്തൊക്കെ നമ്മളല്ലാതെ മാർക്കറ്റിൽ നിന്നോ അല്ലേ സ്റ്റോളിൽ നിന്നൊക്കെ ആണ് മേടിക്കാറ്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ വെട്ടുന്നതിൻ്റെ പൈസയും കൂടെ കൊടുക്കണം. ഇതൊന്നും വാങ്ങിയില്ല. അങ്ങനെ അതെല്ലാം മീനും വെട്ടിക്കഴുകി ഗ്യാസിൻ്റെ മുകളിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഹാൻഡ് വാഷ് ഒഴിച്ചിട്ടേ. അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരുമല്ലോ എല്ലായിടും, അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമുക്കൊരു ചെറിയ കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ഒരു പകുതി ഭാഗവും ഗ്യാസും ബാക്കി സിങ്കും, ആകെ ഒരു ഇച്ചിരി സ്ഥലത്താണ് ഇതിൽ നിന്നുള്ള പാചക പരീക്ഷണങ്ങളെല്ലാം. പിന്നെ റെൻ്റഡ് ഹോമാണ്. അവിടെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് ലൂബിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെച്ചു. മീനും ചിക്കൻ റോസ്റ്റ് ചെയ്തതും എല്ലാം ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഗ്യാസെല്ലാം ഒന്ന് തുടച്ചു. ഇത്രയും പണി കഴിഞ്ഞിട്ട് ഇത്രയും പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് കുക്കിങ്ങിന് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ജോലിക്കൊക്കെ നിൽക്കുന്നത് നല്ല രസമല്ലേ. പിന്നെ രാവിലെയൊന്നും അധികം പണിയില്ലാഞ്ഞുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റി. വലിയ സമയമായിട്ടും ഇല്ല, 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് കഞ്ഞിയുടെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇടാനായിട്ട്. അപ്പോൾ ഇത് പൊന്നിയരിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഞങ്ങൾ ഒരിടയ്ക്ക് പഴനിക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പൊന്നിയരിയിലോട്ട് മാറി. നമ്മൾ ആ പഴനി സൈഡിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു പച്ചരി പോലത്തെ ചോറ് കഴിക്കത്തില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ പിന്നെ പൊന്നിയരിയിലോട്ട് മാറിയിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ കുത്തരി, മറ്റേ സുരേഖ, ജയ അങ്ങനെയുള്ള അരിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചോറിൻ്റെ അയിലൊക്കെ എടുത്തുകൊണ്ട് അടുപ്പിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തീ പിടിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഈ ചോറാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ച പയറാണ്. ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ലേ.
നീളുണ്ട് കുടംപുളി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 3-4 പ്രാവശ്യം കൂടെ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞ് തേങ്ങ ചിരണ്ടിയതും ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്. അതും കൂടെ എടുത്തിട്ട് തണുപ്പ് മാറാനായിട്ട് കൊണ്ട് വയ്ക്കുവാണ്. പിന്നെ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനുണ്ട്. അവൻ രാവിലെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വലിയ അലമ്പൊന്നും ഇല്ലാതെ ഇരുന്നോളും. അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് കുളിപ്പിക്കാനായിട്ട്. പുറത്ത് കൊണ്ടുപോയാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. സോപ്പും എണ്ണയും എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ആളെ കുളിപ്പിച്ച് അകത്ത് കയറണം. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചോളും. എൻ്റെ ചുറ്റിപ്പറ്റി തന്നെ ആശാൻ നിന്നോളും. എന്തെങ്കിലുമൊക്കെ കാറോ പിന്നെ നമ്മുടെ അടുക്കളയിലെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോകും പുള്ളി കളിക്കാനായിട്ട്. കപ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അത് എണ്ണ എടുത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് രാസ്നാദിയും ഇട്ട് കൊടുത്ത് ഉടുപ്പും മാറ്റിക്കഴിഞ്ഞാൽ ആശാൻ രാവിലെ ഫ്രഷായി. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കുറച്ച് കാന്താരിയും കറിവേപ്പിലയൊക്കെ പൊട്ടിക്കാനായിട്ട്. രാവിലെ ഈ തുണിയൊക്കെയാണ് കേട്ടോ, കുഞ്ഞിൻ്റെ തുണിയൊക്കെ കഴുകിയിട്ടതൊക്കെ അത്യാവശ്യം വാടിക്കിടപ്പുണ്ട്. നല്ല വെയിലുള്ളൊരു ദിവസമാണ്. നമുക്ക് ജോലി ചെയ്യാനൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു നല്ല വെയിലും ചെറിയ കാറ്റൊക്കെ ഉള്ളൊരു നല്ല ദിവസമായിരുന്നു. പിന്നെ എൻ്റെ വെള്ളക്കാന്താരി എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പറിക്കുന്നതും ഇത് നിൽക്കുന്നതും ഒക്കെ ആയിട്ട്. പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞി കാന്താരി പൊട്ടിച്ചു. അതാണ് കാണിച്ചത് കേട്ടോ. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഒരു 3-4 മൂട് വെള്ളക്കാന്താരി നിൽപ്പുണ്ട്. അതിലെല്ലാം നിറച്ച് കാന്താരിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കാറില്ല കറിക്ക്. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാത്തിനും വെള്ളക്കാന്താരിയാണ് ചേർക്കുന്നത്. പറിച്ചത് അലക്കല്ലേ കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ, പടവലങ്ങ കാണിക്കാനായിട്ട്. ചീരയും പടവലങ്ങയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പയർ നമ്മൾ പറിച്ചായിരുന്നല്ലോ. ഈ ചീരയാണേലും മുറിച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെയും പൊങ്ങി വന്നോളും കേട്ടോ. നമ്മൾ വേര് കളയുന്നില്ലല്ലോ. അങ്ങനെതാ. പിന്നെ പടവലങ്ങ ഇടയ്ക്ക് മഴ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പന്തലെല്ലാം തകർന്നായിരുന്നു. താഴത്തേക്ക് വീണായിരുന്നു. എടുത്ത് ഞങ്ങൾ പിന്നെ വെച്ചില്ല. ഇനി വേരെങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ട് നിറച്ച് പടവലങ്ങ കുഞ്ഞതും ചെറുതും വലുതും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. എന്തോ കായ്ച്ചയൊക്കെ കൊത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാര്യം നമ്മളിവിടെ ഒന്നും അങ്ങനെ തളിച്ച് കൊടുക്കാറോ ഒന്നും ഇല്ലല്ലോ അതിന് മരുന്നൊന്നും. അങ്ങനെ പയർ അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടി, മീൻ കറി, മീൻ വറുത്തത്, ചിക്കൻ റോസ്റ്റ്. ഇതാണ് ഇന്നത്തെ ലഞ്ചിന്. ഇത്രയും കറികളൊന്നും എപ്പോഴും ഉണ്ടാകാറില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒരുപാട് കറി ഉണ്ടാകും, ഇല്ലെങ്കിൽ തൈരും ചമ്മന്തിയും പപ്പടവും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ തേങ്ങ നമ്മളിങ്ങനെ ചിരണ്ടി വെച്ചുകൊണ്ട് കറി വെക്കാനും ആ സമയമൊക്കെ ആകുമ്പോൾ ഒരു എളുപ്പപ്പണിയാണ്. അതുകൊണ്ട് ഇന്ന് നല്ല രീതി സമയം എടുത്തിട്ടാണ് ഓരോ പണിയും ചെയ്യുന്നത്. തേങ്ങ എടുത്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ ചിരണ്ടാനിരിക്കുമ്പോഴേ 2-3 തേങ്ങയൊക്കെ ഒരുമിച്ച് അങ്ങ് ചിരണ്ടി വയ്ക്കും. അപ്പോൾ കറി വയ്ക്കുമ്പോൾ ഒരു എളുപ്പമാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഞാൻ മറ്റേ കാശ്മീരി ചില്ലി ചേർക്കുന്നില്ല. ഇത് തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ വലിയ കളറിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു 3 ടീസ്പൂൺ കേട്ടോ, ടേബിളല്ലേ, ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ തേങ്ങ അരച്ച കറി മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അവിടെ തന്നെ വെച്ചു. മീൻ വറുക്കുന്നതിനും പുരട്ടാനും അതുപോലെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്കുമൊക്കെ വേണ്ടേ. ഇത് ഉപ്പും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് കേട്ടോ ചെയ്യണത്. കാര്യം ഷെൽഫ് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ്. അവിടം വരെ പോയി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടിനായിരിക്കും അല്ലേ. അങ്ങനെ മീനിൻ്റെ അരപ്പൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. മീനിലോട്ട് ചേർത്ത് കുടംപുളി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്തേലോട്ട് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ മീൻ അരപ്പ് തിളച്ചിട്ടാണേലും മീൻ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അരയ്ക്കുന്ന കറിക്ക്. പിന്നെ നമ്മളിത് ഈ മീൻ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് മറ്റേ ഉള്ളിയൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അങ്ങനെയും വയ്ക്കാം. അതും നല്ല ടേസ്റ്റാണ്, ഇതും ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയും വയ്ക്കും. പിന്നെ ഒരു അരച്ച കറിയും മെഴുക്ക് പുരട്ടിയും അല്ലെങ്കിൽ ഒരു രസമോ സാമ്പാറോ തേങ്ങ അരച്ചിട്ടുള്ള തോരനും, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെന്താ, അത് ഒന്ന് ഇളക്കി നമ്മുടെ പൊട്ടിച്ച കറിവേപ്പിലയും കൂടെ ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 1-2 സ്പൂണോളം മറ്റേ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊക്കെയാണ് ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെയാണ് ഇങ്ങനെയുള്ള കറിയുടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്തിലോട്ട് വെക്കുവാണ്. ഇപ്പോൾ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അത് മാറ്റി വെച്ചിട്ട് മീനിൻ്റെ പരിപാടിക്ക് നിന്നു. മീൻ തിളയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കറി ആകുമ്പോഴത്തേക്ക് അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ആയാൽ മതിയല്ലോ. പിന്നെ വലിയ സമയമായിട്ടില്ല കേട്ടോ, 11 ആയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇനി മീനും അടുപ്പത്തേക്കായി. അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനുള്ളത് പുരട്ടി വെക്കുവാണ് കേട്ടോ. ഇതിനി ചോറുണ്ണാറൊക്കെ ആകുമ്പോഴത്തേക്ക് വറുത്തെടുക്കുകയുള്ളൂ. ചേട്ടനും കഴിക്കാനൊക്കെ വരും. ആ ടൈമൊക്കെ ആകുമ്പോഴേ വറുത്തെടുക്കുകയുള്ളേ. ഇതിൻ്റെ വറുത്ത മീൻ തിന്നാനാണ് കേട്ടോ ടേസ്റ്റ്. കറിയിനേലും എനിക്കിഷ്ടം ഈ മീൻ വറുത്ത് കഴിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു
എന്താ പറയുക, നാടൻ കരിമീന് പകരമായിട്ടൊക്കെ എടുക്കുന്നൊരു മീനാണേ. എല്ലാവർക്കും അറിയാമല്ലോ സിലോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പാവപ്പെട്ടവൻ്റെ കരിമീൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിന് എന്തോ ഒരു പേരുണ്ട്. അങ്ങനെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, പിന്നെ ഇതിന് കാശ്മീരി ചില്ലിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞാൽ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും പാത്രവും കൂടെ കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടി തീരും. പിന്നെ അടിച്ച് വാരാനും അതിനിടയ്ക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ എടുത്ത് നിരത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഇതാ ഇത്രയും പാത്രമായിട്ടുണ്ട്. അതും അപ്പം കൈയോടെ തന്നെ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, അപ്പം തന്നെ കഴുകി മാറ്റുകയാണ് കേട്ടോ. എളുപ്പം പണി കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തെ പണി ഇങ്ങനെ കഴിഞ്ഞു. നാളെ ഇനി ഇതൊന്നും ആവില്ല, വേറെ രീതിയിലായിരിക്കും മോർണിംഗ് റുട്ടീനൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെന്താ, പാത്രമൊക്കെ കഴുകി അപ്പം തന്നെ മാറ്റുന്നൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇതിങ്ങനെ കൂടിക്കിടന്നു കഴിഞ്ഞാൽ എനിക്കും വട്ടുപിടിക്കും, ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. അങ്ങനെ അത് അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്കും ഉരുളി കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉരുളിയിലാണ് അച്ചിങ്ങ മെഴുക്ക് പുരട്ടാൻ പോകുന്നത്. ഈ രീതിയിലല്ലാതെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചിട്ടും വെക്കും. എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ വെക്കാറില്ല കേട്ടോ. ആ ഒരു കഴിച്ച് മടുത്തു. അത് കാരണം ഞാൻ അതിലേക്ക് സവോളയും വെള്ളക്കാന്താരിയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടൊന്ന് എളുപ്പത്തിന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാ കടുക് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ചിങ്ങയും കൂടി ഇട്ടൊന്ന് മൂടി വെച്ച് ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ചോറും വെന്ത് കിടക്കുക, തീയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് വാർക്കണം. പിന്നെ അത് അച്ചിങ്ങ എടുത്തതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് ആവിയേറ്റാം. കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കറിവേപ്പില അതിൽ നിന്ന് എടുത്തൊന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കറിവേപ്പിലയൊക്കെ ആവിയിൽ നമ്മൾ പിന്നെ ആ പാത്രം നിറയ്ക്കുമ്പോൾ ആ കറിവേപ്പിലയൊക്കെ ആവിയിലിരുന്ന് നല്ലൊരു സ്മെല്ല് വരും. അത് ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ നമ്മൾ എന്തായാലും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ നാടൻ കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലാത്ത നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് 2 തണ്ടൊക്കെ ചേർക്കുന്നത്. ശരിക്കും 1 തണ്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മീൻകറി കാണിക്കാനാണ് നോക്കുന്നത്. കൈ പൊള്ളുന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ തിളച്ച് വരുമ്പോഴത്തേക്ക്. പിന്നെ പതുക്കെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ, സ്പൂൺ കൊണ്ട് ലൈറ്റായിട്ട് കേട്ടോ. കയ്യിലുകൊണ്ടൊക്കെ ആണെങ്കിൽ കഷ്ണമൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ടൈപ്പ് കഷ്ണങ്ങളാണ്. വെന്ത് വരുമ്പോൾ നല്ല കട്ടിയില്ലാത്ത കഷ്ണങ്ങളാണ്. അപ്പോൾ അത് കാരണം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചട്ടി എടുത്ത് ചുറ്റിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2 വലിയ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം കടുകും അതുപോലെ തന്നെ കടുകിൻ്റെ ഉള്ളിൽ പപ്പടം കിടക്കുന്നത് കണ്ടോ, അതായിരിക്കും കാണിച്ചത് കേട്ടോ. കടുകും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളിയെന്ന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരിച്ച് ഷെൽഫിലോട്ട് കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഉപ്പിനി അച്ചിങ്ങയിലോട്ടിടാനാണ് എടുത്തത്. അത് കഴിഞ്ഞതാ ഇപ്പോഴാണ് ഞാൻ മീനിലോട്ടുള്ള മുളക് ഇടുന്നത് കേട്ടോ. വീഡിയോ എടുക്കുന്നതാണെന്ന് തോന്നിട്ട് ഇന്ന് ഇച്ചിരി മറവി കൂടുതലാണ്. അത് കഴിഞ്ഞത് അതെല്ലാം ഒന്ന് ഒതുക്കി ഒരു ചെറിയ തുണിയല്ല, നമ്മുടെ അടുക്കളയിലെ തുണി എടുത്തിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടവും ക്ലീനായി, ജോലിയും തീർന്നു, എല്ലായിടവും അപ്പം തന്നെ ക്ലീനുമായിട്ട് വരുന്നുണ്ട്. ഇത് അച്ചിങ്ങയ്ക്ക് ഇട്ടില്ലല്ലോ, അതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അവിടെ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലായിടവും തുടച്ചു. ഇനി ഗ്യാസിൻ്റെ അവിടെയും കൂടി, ഇത് സ്റ്റൗ കത്തിയിരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഇടയിൽ കൂടെ വന്നൊന്ന് ഓടിച്ച് തുടച്ചെടുക്കും കേട്ടോ ഗ്യാസിൻ്റെ അവിടെയും കൂടി. പിന്നെ സിങ്കിൻ്റെ അവിടെ എല്ലായിടവും നന്നായിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് അച്ചിങ്ങയുടെയൊക്കെ മണിയും ഒക്കെ കഴുകി കഴിയുമ്പോൾ അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് സിങ്കിൻ്റെ അങ്ങോട്ട് തന്നെ ആക്കി കളഞ്ഞു. അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ അപ്പം തീർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കുക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങും കൂടെ ചെയ്യാൻ നിൽക്കേണ്ട. അതവിടെ ഇരുന്നാവുന്ന സമയത്ത് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് എളുപ്പം ഇറങ്ങാം. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മനസ്സും കൂടെ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു മടിയില്ല, എളുപ്പം ജോലി തീരും. ഇത് നമ്മൾ വേറെ എന്തെങ്കിലും സങ്കടപ്പെട്ടോ വേറെ എന്തെങ്കിലും ചിന്തിച്ചൊക്കെ നിൽക്കുകയാണോ, അയ്യോ ഇനി ഈ ജോലിയും കൂടെ ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പം തന്നെ ഒരു മടുപ്പും ഒരു മടിയും ഒക്കെ വരും. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
പിന്നെ എന്താ, ഇതിനിടയ്ക്ക് ഇനി ചോറൊന്ന് വാർത്തെടുക്കണം കേട്ടോ. വേറെ പണിയൊന്നുമില്ല. മീൻ കഴിക്കാറാകുമ്പോൾ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം എല്ലായിടവും ക്ലീൻ ആയിട്ടുണ്ട്. വെയിലൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. 11:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിറകൊക്കെ ഇടയ്ക്ക് വന്ന് മാറ്റി കൊടുത്തായിരുന്നു. പിന്നെ ഒരു ചെറിയ തീ കിടന്നാണ് വെന്ത് കിട്ടിയത്. ചോറ് മാറ്റിയിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ മുളകിനും ആറിക്കഴിഞ്ഞിട്ടല്ല, പിറ്റേ ദിവസമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടയാവും. എന്നിട്ട് അതിലേക്ക് അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് മുളകിനോ അതുപോലെ പടവലങ്ങയ്ക്കോ പയറിൻ്റെ ചോട്ടിലോ ഒക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കും. ഈ വാർക്കുന്ന പണി ഒരു ഇച്ചിരി ടഫാണ് കേട്ടോ. ആ സമയത്തൊന്നും എന്താ പറയുക, കുഞ്ഞിങ്ങോട്ട് ഓടി വരരുതെന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവനറിയില്ല ഇതൊന്നും. 2 വയസ്സായെങ്കിലും പുള്ളിക്ക് ഇതൊക്കെ ഒരു കൗതുകമല്ലേ പിള്ളേർക്ക്. ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഇടയ്ക്ക് വന്ന് നോക്കി നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ആശാനിപ്പോൾ എന്തായാലും അപ്പുറം മാറിയത് നല്ല കളിയാണ്. അല്ലെങ്കിൽ ഒരു 2-3 വട്ടം ഇവിടെ കൂടി ഓടി നടന്ന് വരേണ്ടതാണ് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ കഞ്ഞിയൊക്കെ വാർത്തു. അടുപ്പിൻ്റെ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ. ഈ ഇതുണ്ടല്ലോ, ചാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് വീഴുകയും ഒക്കെ ചെയ്യത്തില്ലേ. പിന്നെ വെള്ളം അങ്ങോട്ട് ഇച്ചിരി കൂടെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്നും കൂടെ ഇറങ്ങാം. ഈ പണി കൂടെ കഴിഞ്ഞാൽ പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നും ഇറങ്ങാം. എന്നാലും പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അകത്തൊക്കെ നല്ല രീതിയിൽ കളിപ്പാട്ടം എടുത്ത് നിരത്തിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. അവിടെ എല്ലാം ക്ലീനായി കണ്ടോ. അടുപ്പ് കണ്ടോ, എന്നാലും കത്തുന്നുണ്ട്. ഇനി അത് ഞാൻ ഒരു ചെറിയ കഷ്ണം വിറകേ ഉള്ളത്, ഏതായാലും കത്തിപ്പോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് തന്നെ വെച്ച് കൊടുത്തു തിരിച്ച്. മീൻ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ 1-2 വട്ടത്തെ ഉപ്പും പുളിയൊക്കെ പിടിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞാലേ അതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇനി അച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിപ്പുണ്ടായിരുന്നേ. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാം. എല്ലായിടവും ക്ലീനായിട്ടുണ്ട്. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, മീൻ കറി, ചിക്കൻ ഫ്രൈ അല്ല റോസ്റ്റ്, പിന്നെ മീൻ വറുക്കാനുള്ളത് കേട്ടോ. അത് ഹസ്ബൻഡൊക്കെ വന്നു കഴിഞ്ഞിട്ടേ വറുക്കുള്ളൂ. പിന്നെ ലൂബിക്ക ഉപ്പിലിട്ടത്, ലൂബിക്ക അച്ചാറും. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുവാണ്. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചൂലെടുത്ത് അടുത്ത പണിയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പം ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കൊട്ട എടുത്തുകൊണ്ട് പോകുന്ന ആളുടെ കളിപ്പാട്ട കൊട്ടയാണ് കേട്ടോ. ഇത് കളിപ്പാട്ടമൊക്കെ ഇട്ട് വയ്ക്കുന്ന കൊട്ട. തലേണയൊക്കെ എടുത്ത് നിരത്തി ഇട്ടിട്ടുണ്ട്. എന്താണ് തലേണ കൊണ്ടുള്ള കളിയെന്ന് എനിക്കറിയത്തില്ല. എടുത്ത് വെച്ചാലും വീണ്ടും എടുത്ത് നിരത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ തലേണ. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാറാണ് കിടക്കുന്നത്. ആശാനും കൂടും കേട്ടോ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട്. ഒരു മടിയില്ല, എൻ്റെ കൂടെ നടന്ന് എന്ത് വേണേൽ ചെയ്തോളും. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഇതൊക്കെ എന്തിനാണോ എടുത്തുകൊണ്ട് വന്നത് അറിയില്ല. അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്ത് വെച്ചു. ആശാൻ്റെ സൈക്കിളാണ്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ബോൾ കിടപ്പുണ്ട്. ഇതൊക്കെ കൊട്ടയിലിട്ടിട്ട് ആ സൈഡിൽ കൊണ്ട് വെക്കുകയാണ്. ഇപ്പോൾ വെക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ എടുക്കും. ഇനിയിപ്പോൾ അടിച്ചും കൂടെ വാരിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കിടന്ന് ഉറങ്ങിക്കോളും. അത് കഴിഞ്ഞ് നമ്മുടെ മാറ്റെല്ലാം എടുത്ത് പുറത്തിട്ടു. ഇന്നത്തെ പത്രം മടക്കി ഫ്രണ്ടിൽ വെച്ചു. ഇന്നലത്തെ പത്രം എടുത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കാൻ പോവുകയാണ് പത്രം വയ്ക്കുന്ന സ്ഥലത്ത്. ഇതാണ് പത്രം വയ്ക്കുന്ന സ്ഥലം. ഇത് കുഞ്ഞിൻ്റെ ചെരുപ്പും പിന്നെ എൻ്റെ പഠിക്കുന്ന ബുക്കൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് സിറ്റൗട്ടൊന്ന് അടിച്ച് വാരി. അപ്പോഴൊക്കെ പുള്ളി അകത്തെന്തോ കളിയിലാണല്ലേ. എൻ്റെ കൂടെ ഇറങ്ങി വരുന്നതാണ് ഈ അടിക്കാൻ നേരത്തൊക്കെ. പിന്നെ ഒന്ന് വഴക്കിട്ടാലേ അകത്തേക്ക് ഓടി വരത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അവിടെ അടിച്ച് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ആകെ 2 മുറിയും ഒരു ചെറിയ പാസേജും ഈ സിറ്റൗട്ടും അടുക്കളയും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ വീടാണ് കേട്ടോ. അതാണ് നല്ലത്. തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി ചെറിയ വീട് തന്നെയാണ് നല്ലത്, കുഞ്ഞു വീട് തന്നെയാണ് നല്ലതെന്ന്. അതും അടിപൊളിയല്ലേ. അങ്ങനെ എല്ലായിടും ഒന്ന് അടിച്ച് വാരി. തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, അടിച്ച് വാരി ഇടുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് തുണി നമ്മൾ മെഷീനിൽ കഴുകാനിട്ടിട്ടില്ലായിരുന്നു. അതും അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ. അപ്പോൾ കുറച്ച് തുണി മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വിരിച്ചു. അപ്പോൾ ഇന്നത്തെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ ഉറങ്ങിയിട്ട് കുളിക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ വാതിലടച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:20 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ വറുക്കാൻ നിന്നത് കേട്ടോ. കുഞ്ഞ് ഈ സമയത്തിനുള്ളിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി ചോറുണ്ണാൻ നേരത്തെ എണീക്കത്തുള്ളൂ. മീനും വറുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, മീൻ വറുക്കുന്നതിൻ്റെയും ചോറ് വിളമ്പുന്നതിൻ്റെയൊക്കെ കൂടെ. അങ്ങനെ അടിപൊളിയായിട്ടൊരു ദിവസവും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.